യാബസിൻ്റെ ജീവിതത്തിൽ ഞെരുക്കമുണ്ട്. അവൻ വളരെ മറ്റ് സഹോദരന്മാരെയൊക്കെ ഭയങ്കര ഞെരുക്കം അനുഭവിക്കുന്ന സമയത്ത് യാബസ് എന്ത് ചെയ്തു? യാബസ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെന്നു, കർത്താവിനോട് കരഞ്ഞു. അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എന്നിട്ട് കർത്താവിനോട് യാബസ് പറയുകയാണ്, എൻ്റെ കർത്താവേ, അവിടുന്ന് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറഞ്ഞാൽ അനുഗ്രഹം യാചിക്കുകയാണ്. ദൈവത്തോട് പറയാം, എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം ദൈവത്തോട് ചോദിക്കുകയാണ്. അപ്പം ദൈവം എന്ത് ചെയ്തു? അവനെ അനുഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? അവൻ സഹോദരന്മാരെക്കാളെല്ലാം ബഹുമാന്യ സ്ഥാനത്തേക്ക് ഉയർന്നു. അപ്പം നമ്മൾ ഒരു ശുശ്രൂഷയെ പങ്കെടുക്കുമ്പം, ഒരു ബ്ലെസ്സിങ് സ്വീകരിക്കുമ്പം ദൈവത്തോട് അനുഗ്രഹം അപേക്ഷിക്കണം.